മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ അത്യോജ്വലമായിട്ടുള്ള ഒരു സമര പരിപാടിക്കാണ് ഈ അനന്തപുരി ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ സമരം നമ്മൾ ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. ശബരിമലയിൽ ആചാര ലംഘനത്തിനായി ഇറങ്ങിപ്പെട്ടിരുന്ന പിണറായി സർക്കാരിനെതിരെ നാമജപയാത്ര നടത്തിയിട്ടുള്ള അമ്മമാരാണ് എന്റെ മുന്നിൽ ഈ ഇരിക്കുന്നവരിൽ പലരും തന്നെ. അന്ന് നാമജപത്തിലൂടെയായിരുന്നു സമരം നടത്തിയിരുന്നതെങ്കിൽ അതിന്റെ പേരിൽ നിരവധിയായിട്ടുള്ള കേസുകൾ ചാർത്തിക്കൊണ്ട് കോടതിയുടെ വരാന്തകൾ കയറിയിറങ്ങുന്ന അമ്മമാർ തന്നെയാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടിയിലും ഇവിടെ വന്ന് ഈ പരിപാടിയിലും പങ്കെടുക്കുന്നത്. അന്ന് വിഷയം ശബരിമലയിൽ ആചാര ലംഘനമായിരുന്നെങ്കിൽ സ്ത്രീകളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ മറ പിടിച്ചുകൊണ്ട് പിണറായി സർക്കാർ അന്ന് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി ഒന്നൊന്നായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരുന്ന സമയത്ത് അതിന് തടയിട്ടുകൊണ്ട് മുൻനിരയിലുണ്ടായിരുന്നത് മഹിളാ മോർച്ചയാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരാണ്, സഹോദരിമാരാണ്. അന്ന് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിന്റെ മുൻപന്തിയിൽ നമ്മുടെ ശോഭ ചേച്ചിയും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. നമുക്കറിയാം, ശബരിമല വിഷയം കഴിഞ്ഞതിന് ശേഷം ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളില്ലാതെ നാണം കെട്ട ആഗോള ആളില്ലാ സംഗമമായിട്ട് അത് കലാശിച്ചപ്പോ മറുവശത്ത് ഭക്തരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് വിഷയങ്ങൾ ഓരോന്നായിട്ട് എണ്ണി പറയുമ്പോ ശബരിമലയിൽ അതുവരെ കയറാതിരുന്ന ആളുകളൊക്കെ അന്ന് ശബരിമലയിൽ കയറി. അന്നാണ് അവിടെയുള്ള സ്വർണ്ണപ്പാളികളെല്ലാം തന്നെ അവരുടെ നോട്ടത്തിൽപ്പെട്ടത്. അതൊന്നൊന്നായി ഇളക്കിയെടുത്ത് മാറ്റിക്കൊണ്ട് ചെമ്പാക്കിയെടുക്കുന്ന പ്രവർത്തനത്തിനാണ് പിന്നീട് പിണറായി സർക്കാർ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ആ ചെമ്പാക്കിയ സ്വർണം എവിടെ പോയി എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എത്ര കോടി രൂപയാണ് ശബരിമലയിൽ നിന്നും അയ്യപ്പ സംഗമത്തിന് വേണ്ടി ആ ദേവസ്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിരിച്ചെടുത്തിട്ടുള്ളത്? ഈ കേരളക്കര മുഴുവൻ കട്ടുമുടിക്കുമ്പോൾ മഹിളാ